ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുകളും വൈറ്റ് സിമൻറ്റും കൊണ്ട് ഒരു അടിപൊളി ഒരു ഷോപ്പീസാണ്. ഒരു മൂങ്ങയുടെ ലുക്കിലുള്ളൊരു ഷോപ്പീസ്. അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും ഉപകാരപ്പെടും, വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ 2 പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുകൾ ഭാഗം 2 ബോട്ടിലിൻ്റെ മുകൾ ഭാഗം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ബോട്ടിലിനകത്തോട്ട് മറ്റൊരു ബോട്ടിൽ ഇറക്കി വെച്ചിട്ട് അടിയിൽ വെച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ മുകളിലെ പൊക്കത്തിൻ്റെ അതേ പൊക്കത്തിന് മറ്റേത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി ഫ്രണ്ടിൽ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചിട്ട് അതിനെയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റപ്പം അതിൻ്റെ മുകൾ സൈഡിൽ ഒരു ശകലം അവിടെ വെച്ചേക്കണം, തീർത്ത് കട്ട് ചെയ്യില്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് മുകളിലത്തെ കറക്റ്റ് മട്ടത്തിന് ഇറക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റാതെ പഴയ കോട്ടൺ തുണി കൊണ്ട് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണും കണക്ക് ഏകദേശം ഇതേ കണക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ടേപ്പ് കൊണ്ട് അവിടെയും കൂടെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമൻറ്റ് വെള്ളം കൂടെ മിക്സ് ചെയ്തതും പിന്നെ പഴയ കോട്ടൺ തുണിയും. അപ്പോൾ കോട്ടൺ തുണി വൈറ്റ് സിമൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് കലക്കിയിട്ട് നമുക്ക് കോട്ടൺ തുണി അതിലോട്ട് മുക്കി നമ്മുടെ മോൾഡിൻ്റെ പുറത്തെ സൈഡിൽ എല്ലാ സൈഡിലും പറ്റത്ത രീതിയിൽ നല്ലവണ്ണം ചുറ്റി കെട്ടിക്കിടുക. ഇപ്പോൾ എല്ലാ സൈഡിലും ചുറ്റി ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വൈറ്റ് സിമൻറ്റ് എല്ലാം കൂടെ മുകൾ സൈഡിലും നമുക്ക് അതിൻ്റെ അകത്തെ സൈഡിലോട്ടും കൂടെ നല്ലവണ്ണം ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു 24 മണിക്കൂർ നല്ലവണ്ണം ഉണങ്ങാൻ വേണ്ടി ചെയ്യുക. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വൈറ്റ് സിമൻറ്റ് നല്ലവണ്ണം കട്ടിക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആ മോൾഡിൻ്റെ ചുറ്റാതെ ആ റൗണ്ട് ഷേപ്പിൽ നല്ലവണ്ണം തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടി സൈഡും ചുറ്റാതെ നല്ല ഒരു കാലിച്ച് കനം വരത്തക്ക രീതിയിൽ നല്ലവണ്ണം ഒട്ടിച്ചുവിടും. ഇപ്പോൾ ചുറ്റാതെ ഒട്ടിച്ചിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ 2 എൻഡ് ഭാഗങ്ങളും ഫ്രണ്ട് സൈഡിൽ നോക്കാൻ നേരത്ത് നമ്മുടെ ബോട്ടിലിൻ്റെ 2 എൻഡ് ഭാഗങ്ങളും അവിടെ നല്ല കട്ടിക്ക് തന്നെ ചെറുതായിട്ടൊരു തടുപ്പിന് 2 സൈഡിലും കൂടെ കുറച്ച് കട്ടി കൂട്ടി ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക, അപ്പുറവും ഇപ്പുറവും. അപ്പോൾ ആ സൈഡെല്ലാം ഒട്ടിച്ചിട്ട് ഇനി ബാക്കി നമുക്ക് കൈകൊണ്ട് മുകൾ സൈഡ് നമ്മുടെ മൂങ്ങയുടെ തലഭാഗം വരുന്ന അവിടെയൊക്കെ നല്ല കട്ടിക്ക് തന്നെ കൈകൊണ്ട് കോരി ഒട്ടിച്ചു കൊടുക്കുക. ഏകദേശം റൗണ്ട് ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം കൈകൊണ്ട് കോരി ഒട്ടിക്കുക. ഇനി അതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തും ആ മൂക്കിൻ്റെ ഭാഗത്തും എല്ലാം ചെറുതായിട്ട് കോരി വെച്ചിട്ട് ആ കണ്ണിൻ്റെ ഭാഗം നല്ല കുഴിവായിട്ട് തന്നെ വിരലുകൊണ്ട് കറക്കിയിടുക. അപ്പോൾ കണ്ണിൻ്റെ ഭാഗം വരുന്ന 2 സൈഡിലും നല്ലവണ്ണം കുഴിച്ച് തന്നെ അവിടെ ഒരു ലേശം വൈറ്റ് സിമൻറ്റ് പറ്റിച്ചാൽ മതി, ഒരുപാട് കട്ടി കൂട്ടണ്ട. നല്ല കുഴിവായിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന ആ തുണിയും ബോട്ടിലൊക്കെ ഒന്ന് മറഞ്ഞു കിട്ടത്തക്ക രീതിയിൽ. എന്നിട്ട് അതിൻ്റെ ബാക്ക് ആ തലയുടെ ബാക്ക് ഭാഗം എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു കട്ടിക്ക് നല്ലവണ്ണം അവിടെയും കൂടെ കോരി ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് ബാക്കി ചുറ്റാതെയുള്ള എല്ലാം ചെറിയ കത്തിയോ ചെറിയ കരണ്ടിയോ കൊണ്ട് നല്ലവണ്ണം ഒരു ലെവൽ കിട്ടത്തക്ക രീതിയിൽ, ഒരുപാട് കുഴിവൊന്നും വരാത്ത രീതിയിൽ വൈറ്റ് സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ കണ്ണിൻ്റെ ഭാഗം ഫ്രണ്ട് സൈഡും എല്ലാ സൈഡും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ കണ്ണിൻ്റെ സൈഡൊക്കെ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ ഏകദേശം മുകളിൽ നിന്ന് നല്ലവണ്ണം ചെറുതായിട്ടൊന്ന് വരച്ചിട്ട് കത്തിക്ക് ഒരു ചെറിയൊരു ഷേപ്പ് വരുത്തിയിരിക്കണം. വിരൽ കൊണ്ട് കത്തി കൊണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിരലിന് നല്ലവണ്ണം ആ ഉള്ളു സൈഡ് നല്ലവണ്ണം വലിയ തടുപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു വൃത്തിക്ക് 2 സൈഡും ക്ലിയർ ചെയ്ത് വയ്ക്കുക.
എന്നിട്ട് അതിൻ്റെ ആ കണ്ണിൻ്റെ അടി സൈഡിലെല്ലാം ആ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കളയാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെയൊക്കെ ചെറിയൊരു തടുപ്പായിട്ട് വെച്ച് ഒരു കാണാനൊരു ലേശം ഒരു വൃത്തിക്ക് ഒന്ന് ഒതുക്കിയെടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഒരു 24 മണിക്കൂർ നല്ലവണ്ണം ഒന്ന് ഉണങ്ങാൻ വെച്ചേക്കണം. ഇപ്പോൾ ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം പിറ്റേന്ന് നമുക്ക് 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് ഇനി മൊത്തത്തിലൊന്ന് തേച്ച് അതിനൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ പേപ്പർ ഇടാൻ നേരത്ത് നമുക്ക് ആ കണ്ണിൻ്റെ വെളി സൈഡിൽ വരുന്ന സൈഡിലെല്ലാം ചെറുതായിട്ടൊരു ബോർഡറായിട്ട് വെച്ച് ഒരു ചെറിയ ആ പേപ്പർ കൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ബോർഡറായിട്ടൊന്ന് കാണിക്കണം. അതിൻ്റെ അക സൈഡും എല്ലാം നല്ലവണ്ണം പേപ്പർ പിടിച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി അതിൻ്റെ ചെവി കൊടുക്കാനുണ്ട്, കണ്ണിനകത്തുള്ള ഭാഗങ്ങൾ കൊടുക്കാനുണ്ട്, ഇനി അതിൻ്റെ ചുണ്ടൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവിടെ ചെറുതായിട്ടൊന്ന് നല്ലവണ്ണം സ്ക്രാച്ച് ചെയ്യുക ചെവി കൊടുക്കേണ്ട സ്ഥലത്ത്. എന്നിട്ട് കുറച്ച് ഫെവിക്കോള് നല്ലവണ്ണം അവിടെ തേച്ച് കൊടുത്തിട്ട് വൈറ്റ് സിമൻറ്റ് നല്ല കട്ടിക്ക് തന്നെ കലക്കി നല്ല നമുക്ക് ചെവിയുടെ നമ്മളുണ്ടാക്കുന്ന പിന്നെ ഷോപ്പീസിൻ്റെ ആ തലയുടെ ഷേപ്പിൽ എത്ര ചെവിയുടെ വലിപ്പം വേണ്ടി വരും ആ ഒരു വലിപ്പത്തിൽ വൈറ്റ് സിമൻറ്റ് നല്ലവണ്ണം കട്ടിക്ക് അവിടെ കൈ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ണിൻ്റെ ഭാഗത്തും ചുണ്ടിൻ്റെ ഭാഗത്തും വൈറ്റ് സിമൻറ്റ് തന്നെ ചെറിയ ആകൃതിയിൽ അവിടെയും കൂടെ പറ്റിച്ചു കൊടുക്കുക. അവിടെ പറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഉണങ്ങി കിട്ടും. എന്നിട്ട് നമുക്ക് ആ ചെവിയുടെ ഭാഗമൊക്കെ നല്ലോണം കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ആ ചെവിയുടെയും കണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് അടുത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ആ 2 സൈഡിലെയും അതിൻ്റെ ചിറകുകൾ വരുന്ന ആ ഭാഗങ്ങളാണ്. അവിടെ വൈറ്റ് സിമൻറ്റ് കട്ടിക്ക് വലിയ വീതിയൊന്നും വേണ്ട, ചെറിയൊരു തടുപ്പായിട്ട് 2 സൈഡിലും തേച്ച് കൊടുക്കുക. ഇനി ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ നല്ലോണം അത് ഉണങ്ങും. അപ്പോൾ അതിന് മുമ്പ് ചെയ്യാനുള്ളത് ഇനി അതിൻ്റെ താഴത്തെ കാലിൻ്റെ ഭാഗത്തുള്ള 2 പീസും കൂടെ വയ്ക്കാറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ ലെവൽ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 2 സൈഡിൽ ചിറകുകൾ വെച്ചേക്കുന്ന 2 സൈഡും കറക്റ്റ് ഷേപ്പിൽ ഒന്ന് നമുക്ക് വേണ്ട ഒരു വീതിക്ക്. ഫ്രണ്ടിലോട്ട് ഒരുപാട് കയറണ്ട, ബാക്ക് സൈഡിൽ എത്ര വേണോ ഒട്ടിച്ചെടുക്കാം. ഇനി ആ ചുണ്ടിൻ്റെ സൈഡൊക്കെ നല്ലവണ്ണം ഉരച്ച് പിന്നെ കത്തി വെച്ച് ഉരച്ച് ആ ചുണ്ടൊക്കെ ചെറിയൊരു ഷേപ്പ് വരുത്തിയിടുക. എന്നിട്ട് അടുത്ത് കണ്ണിൻ്റെ ആ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കത്തിക്ക് തന്നെ ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. ചെവിയുടെ വെളി സൈഡ് വരുന്ന സൈഡിലെ ഭാഗങ്ങൾ അകത്തോട്ട് നല്ലവണ്ണം കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിൽ വൃത്തിയാക്കാനുള്ളതൊക്കെ ചെറുതായിട്ടൊന്ന് ചുരണ്ടി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ചെവി ഒരു സൈഡ് ചെയ്തിരിക്കുന്ന ചരിവ് കണക്ക് തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അത് ഏകദേശം 1 ദിവസം നല്ലോണം ഉണങ്ങാൻ വെച്ചിട്ട് പേപ്പർ ഇടാം. അപ്പോൾ ഏകദേശം 1 ദിവസം കൂടെ അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഉണങ്ങാൻ വെച്ചതിന് ശേഷം പേപ്പർ ഇട്ട് നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പം പേപ്പർ 80-ൻ്റെ പേപ്പറാണ് ആദ്യം ഇട്ട് ഫിനിഷ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 240-ൻ്റെ പേപ്പറും കൂടെ ഇട്ട് 220-ൻ്റെ പേപ്പറും കൂടെ ഇട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് കളർ കൊടുക്കാൻ വേണ്ടി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ആദ്യം ബേസിക് കോട്ടായിട്ട് ആക്രിലിക്കിൻ്റെ വൈറ്റ് കളർ ഒരു കോട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും ആക്രിലിക്കിൻ്റെ കളറാണ് ഇവിടെ എല്ലാം ഞാൻ എടുത്തേക്കുന്നത്. ഇനിയെല്ലാം നമുക്ക് വീഡിയോയിൽ കാണും കണക്ക് അതായത് ഭാഗത്ത് ഓരോ ഏതെല്ലാം കളർ വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി കളറെല്ലാം കൊടുത്തിട്ട് നമുക്ക് ഇനി ആ കണ്ണിൻ്റെ അകഭാഗത്ത് ചെറിയൊരു ഡിസൈൻ കൊടുക്കാണ്ട് കുത്തായിട്ട്. അപ്പോൾ അത് ബ്രഷിൻ്റെ മൂട് ഭാഗം വെച്ച് നമുക്ക് ചേരുന്ന കളർ ആദ്യം ഒരു കളർ കൊടുക്കും, എന്നിട്ട് അതിനകത്ത് ചെറിയൊരു കളറും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ലുക്കായിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പൂക്കളോ എന്തെങ്കിലും വരയ്ക്കാം. ഞാൻ എന്തായാലും ഒന്ന് വരച്ചിട്ടുണ്ട്, അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.